വീടിന് ചുറ്റും വെള്ളം കയറി എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ ഇച്ചൂസിനും ഇമൂസിനും ഒരേ നിർബന്ധം. എല്ലാവരും ക്യാമ്പിലേക്ക് പോകണം, ഞങ്ങൾക്കും ക്യാമ്പിൽ പോകണം. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങളും വിട്ടു ക്യാമ്പിലേക്ക്. അങ്ങനെ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഞങ്ങളും അടുത്തുള്ള സ്കൂൾ ക്യാമ്പിലൊക്കെ ഇങ്ങനെ മാറിയിട്ടു. അവിടെ എത്തിയപ്പോഴേക്കും ഇമൂസിന് ത്രില്ലിൻ്റെ ഒരു കുറവുണ്ടാകുന്നില്ല കേട്ടോ. ഇമൂസൊക്കെ അടിച്ച് തകർത്ത് നടക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്ന റൂമിൽ ഞങ്ങൾ ബെഡൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ കിടക്കുമ്പോഴാണ് തോന്നിയത് ബെഞ്ചിൽ കിടക്കുന്നേക്കാൾ സൗകര്യം താഴെ കിടക്കുന്നതാണ്. പിന്നെ ഒന്നും നോക്കില്ല, താഴെ പായൊക്കെ വിരിച്ച് സെറ്റ് ചെയ്ത് താഴെ അങ്ങോട്ട് കിടന്ന് കുറച്ച് നേരം ഇറങ്ങിയിട്ടാണ്. പിന്നെ രാവിലെ എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഇമൂസിനും ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് ചേച്ചിമാർ ചായ റെഡി എന്നാണ് വെച്ചത്. അങ്ങനെ ചൂട് ചായയൊക്കെ ഒരു പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ചൂട് ചായ ഊതി കുടിച്ചപ്പോഴും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെള്ളമൊക്കെ കയറിയിട്ട് വെള്ളം എന്തായി സാധനങ്ങൾക്ക് പോലെ പണി കിട്ടുന്നുള്ള ചെറിയൊരു ടെൻഷൻ. എന്നാലും അവരെ കൂടെ അടിച്ച് പൊളിച്ച് ചായ കുടിച്ച് പിന്നെ കിച്ചണിലേക്ക് പയ്യെ നീങ്ങിട്ടാ. അവിടെയാണെങ്കിൽ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എല്ലാവരും നല്ല ഫുൾ പവർ ഓണായിരുന്നു കേട്ടോ. എല്ലാവരും വേഗം വേഗം കറിക്കൊക്കെ സെറ്റ് ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കറിക്കൊക്കെ എറിഞ്ഞ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡിയായി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ക്യാമ്പ് സ്റ്റാർട്ടിങ്.